തിരുവനന്തപുരം വിഴിഞ്ഞം മുതലപ്പുഴി ഭാഗങ്ങളിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ ഇന്നും ഊർജിതമായി തുടരും. കടലിൽ കാണാതായ ജോൺ, ഷിജിൻ എന്നിവർക്കായുള്ള തെരച്ചിലിൽ നാവികസേനയും പങ്കാളികളാകും. അപർണ കേസ് ഉണ്ട്. വിവരങ്ങളുമായി അപർണ, എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് ഇന്നേക്ക് 12ാം ദിനമായി. ഏത് രീതിയിലാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുക? വിഴിഞ്ഞം മുതലപ്പുഴി ഭാഗങ്ങളിൽ നിന്ന് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഇന്നും ഊർജിതമായി തന്നെ നടക്കും. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോൺ, മുതലപ്പുഴയിൽ നിന്ന് കാണാതായ ഷിജിൻ എന്നിവർക്കായുള്ള തിരച്ചിലിൽ നാവികസേനയും ഇന്ന് പങ്കാളികളാകുന്നുണ്ട്. നാവികസേനയ്ക്ക് പുറമെ കൂടുതൽ വള്ളങ്ങൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കമുള്ള മന്ത്രിമാർ ജോണിന്റെ കുടുംബത്തെ സന്ദർശിച്ച് ഈ കാര്യമൊക്കെ വ്യക്തമാക്കിയിരുന്നു. വലിയ രീതിയിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തിരച്ചിൽ കാര്യക്ഷമമല്ല എന്നുള്ളത്. അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇന്നലെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ വന്ന ജോണിന്റെ കുടുംബത്തിന് വാക്ക് നൽകിയിരുന്നു. തിരച്ചിൽ ഊർജിതമാക്കാനുള്ള നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുമെന്നും അവർ ഇന്നലെ അറിയിച്ചിരുന്നു. ഇന്നലെ നാവികസേനയുടെ കൽപ്പേനി കപ്പൽ അടക്കം തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. അതിനാൽ തന്നെ തിരച്ചിൽ പലതവണ നിർത്തിവെക്കേണ്ട സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കടൽ അല്പം ഒന്ന് ശാന്തമായിട്ടുണ്ട്. അതിനാൽ തന്നെ തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമായി തന്നെ നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. കഴിഞ്ഞ 12 ദിവസങ്ങളായി ഇരുവരെയും കാണാതായിട്ട്. കഴിഞ്ഞ മാസം 31-ാം തീയതി മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മറിഞ്ഞാണ് ഇരുവരെയും കാണാതാകുന്നത്. 2 ഇടങ്ങളിൽ നിന്നായി 4 പേരെയാണ് കാണാതായത്. അതിൽ 2 പേരുടെ മൃതദേഹങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇനി ഈ ജോൺ, ഷിജിൻ എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. അവർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജോണിന്റെ കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഇപ്പോൾ രാമേശ്വരം ഭാഗം കേന്ദ്രീകരിച്ചാണ് കൂടുതലും ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാർത്തു, ശരി. എന്തായാലും തിരുവനന്തപുരം വിഴിഞ്ഞം മുതലപ്പുഴി ഭാഗങ്ങളിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിലാണ് വീണ്ടും ഊർജിതമായി തുടരുന്നത്. മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് ഇന്നേക്ക് 12 ദിവസങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം ഈ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലെത്തി കൃത്യമായ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടത്തുമെന്ന് ഉറപ്പടക്കം നൽകിയിരുന്നു. വലിയൊരു പ്രതിഷേധം തന്നെയായിരുന്നു ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് രക്ഷാപ്രവർത്തനം അടക്കം സജീവമായത്. എന്തായാലും ഇന്നും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട തെരച്ചിലടക്കം പുരോഗമിക്കും. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയായ ഗൗതമിനെ കാണാതായിട്ട് ഇന്നേക്ക് 12ാം ദിനം. ഗൗതമിനായി ഇന്നും തെരച്ചിൽ തുടരും. മത്സ്യത്തൊഴിലാളികളും നേവി സംഘവും മറൈൻ എൻഫോഴ്സ്മെന്റും അടക്കമുള്ളവർ തെരച്ചിൽ സംഘത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഗൗതം സഞ്ചരിച്ച വള്ളം അപകടത്തിൽപ്പെട്ട സ്ഥലം കേന്ദ്രീകരിച്ച് മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഗൗതമിന്റെ അമ്മയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം തെരച്ചിൽ ഊർജിതമാക്കിയത്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് കൊച്ചിയിൽ നിന്ന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും തെരച്ചിലിന് എത്തിയത്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ പരീക്ഷാരേഖകൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ PSC നൽകിയ റിട്ട് ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിലുള്ള സാങ്കേതിക പിഴവ് തിരുത്തി വീണ്ടും സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ പരാതിക്കാരന്റെ അപേക്ഷയിൽ ഉദ്യോഗാർത്ഥികളുടെ രേഖകൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിനെതിരെയാണ് ഹർജി. ഉദ്യോഗാർത്ഥികളുടെ മാർക്കും സർട്ടിഫിക്കറ്റ് പകർപ്പും നൽകാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ PSC ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിനെതിരെ വിവരാവകാശ കമ്മീഷൻ വിമർശനം ഉന്നയിച്ചിരുന്നു. ഉത്തരവ് വന്ന് 1 മാസം കഴിഞ്ഞിട്ടും ആസൂത്രണ ബോർഡ് പരീക്ഷയുടെ വിവരങ്ങൾ നൽകാത്ത സാഹചര്യത്തിലായിരുന്നു വിമർശനം. ഇതിന് പിന്നാലെയാണ് PSC ഹൈക്കോടതിയെ സമീപിച്ചത്.